നമസ്കാരം. ഗാന്ധി ജയന്തിയും RSSന്റെ ജന്മശതാബ്ദിയും ഒരേ ദിവസം വന്ന ആഴ്ചയാണ് കടന്നുപോകുന്നത്. ഈ ലക്കൻ DNA-യിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മഹാത്മാഗാന്ധിയും RSSും എന്ത് ചെയ്തു എന്നതിൻ്റെ പരിശോധനയാണ്. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് പുലർന്നപ്പോൾ മഹാത്മാഗാന്ധി ബംഗാളിലായിരുന്നു. അദ്ദേഹം നവഖാലിയിലായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രവിശ്യകൾ ബംഗാളും പഞ്ചാബും വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കപ്പെട്ടിരുന്നു. അതിർത്തിയുടെ ഇരുഭാഗത്തും വിഭജനത്തെ തുടർന്നുള്ള ചോര ചൊരിച്ചിൽ, കൂട്ടക്കൊലകൾ അരങ്ങേറുകയായിരുന്നു. ആ വേദനയിൽ ഒരു മരുന്ന് പോലെ ഗാന്ധിജി ബംഗാളിൽ തുടർന്നു. ഓഗസ്റ്റ് അവസാന ദിവസങ്ങളാകുമ്പോഴേക്ക് ആ അഗ്നി കൽക്കട്ടയിലേക്ക് പടരുന്നതാണ് കണ്ടത്. സെപ്റ്റംബർ മാസം 2 മഹാത്മാഗാന്ധി കൽക്കട്ടയിൽ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ബംഗാളിൽ ഹിന്ദു മുസ്ലിം മൈത്രി വരുന്നതുവരെ താൻ നിരാഹാരമിരിക്കും, അത് വരുന്നില്ല എങ്കിൽ നിരാഹാരം കിടന്ന് മരിക്കും. സെപ്റ്റംബർ 2 മഹാത്മജി കൽക്കട്ടയിൽ നിരാഹാര സമരം ആരംഭിച്ചതോടെ അടുത്ത 24 മണിക്കൂറിൽ കൽക്കത്ത മാറി. പരസ്പരം പോരടിച്ചു നിന്നവർ ആശ്ലേഷിച്ചു. മഹാത്മാവിൻ്റെ ജീവൻ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് വലിയ പ്രകടനങ്ങൾ കൽക്കത്ത നഗരത്തിൽ ഉണ്ടായി. അവിടെ സമാധാനം കൈവന്നു. പരസ്പരം പോരടിച്ചു നിന്നവർ പരസ്പരം ആശ്ലേഷിച്ചു. അങ്ങനെ എല്ലാ കക്ഷികളും, ഹിന്ദു മുസ്ലിം കക്ഷികൾ, ഇനിമേലിൽ കൽക്കത്തയിൽ ചോര വീഴില്ല എന്ന് ഉറപ്പ് നൽകിയപ്പോൾ സെപ്റ്റംബർ 4 മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അങ്ങനെ കൽക്കത്ത ശാന്തിയിലേക്ക് വീണു. അന്ന് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റനാണ്. അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് ഒരു കത്തയച്ചു. ഡിയർ ഗാന്ധിജി, പഞ്ചാബിൽ 55,000 സൈനികർ വിചാരിച്ചിട്ട് നടക്കാത്തതാണ് അങ്ങ് ഒറ്റ ഒരാൾക്ക് നടത്താൻ പറ്റിയത്. ഈ ഏകാംഗ സൈന്യത്തിന് മുന്നിൽ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. സൈനികരെ കൊണ്ട് സൈന്യത്തിന് സാധിക്കാൻ കഴിയാത്തത് മഹാത്മാഗാന്ധി ഒറ്റ ഒരാൾക്ക് സാധിച്ചു എന്ന് മൗണ്ട് ബാറ്റൺ പറഞ്ഞത് അലൻ ക്യാമ്പൽ ജോൺസൺ, അദ്ദേഹത്തിൻ്റെ പ്രസ് അറ്റാഷെ, രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 4 ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിക്കുന്ന നിമിഷമായപ്പോഴേക്ക്, ആ വൈകുന്നേരമായപ്പോഴേക്ക് കൽക്കത്ത ശാന്തമായെങ്കിൽ ഡൽഹി കത്തിത്തുടങ്ങുകയായിരുന്നു. ഡൽഹി അപ്പോഴേക്ക് അഭയാർത്ഥികളുടെ ഒരു മഹാപ്രവാഹത്തെ ഏറ്റുവാങ്ങുകയായിരുന്നു. പാകിസ്ഥാനായി മാറിയ വെസ്റ്റ് പഞ്ചാബിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അനേകായിരം ജനങ്ങൾ ഡൽഹിയിലേക്കാണ് എത്തിയത്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, ഉറ്റവർ കൊല്ലപ്പെട്ട, ബലാത്സംഗത്തിനിരയായ, അംഗഭംഗം വന്ന, അതുവരെ സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ ഡൽഹിയിലെ ക്യാമ്പുകളിൽ നിസ്സഹായമായ ജീവിതം നയിച്ചു. വിഭജനത്തിൻ്റെ വേദന, വിഭജനത്തിൻ്റെ ആഘാതം അത്രമേൽ വലുതായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ട ഹിന്ദുക്കളും സിഖുകാരുമായിട്ടുള്ള ജനങ്ങളെ കൊണ്ട് ഡൽഹി നിറഞ്ഞത് വരുന്ന ദിവസങ്ങളിൽ അഭൂതപൂർവമായ സാഹചര്യങ്ങൾക്കാണ് വഴി തെളിച്ചത്. തങ്ങൾ നേരിട്ട ദുര്യോഗത്തിൻ്റെ രോഷം അവരിൽ ഉണ്ടായിരുന്നു. അതിനെ ആളിക്കത്തിക്കാൻ ചില സംഘടനകൾ കൂടി ഇറങ്ങിയതോടെ ഡൽഹി പുകഞ്ഞു തുടങ്ങി. സെപ്റ്റംബർ മാസം 4 ആരംഭിച്ച അനിഷ്ട സംഭവങ്ങൾ ഒരു കലാപത്തിലേക്ക് വഴിമാറാൻ അധിക സമയമെടുത്തില്ല. ഓൾഡ് ഡൽഹിയിലാണ് തുടങ്ങിയത്. ഫത്തേപുരി മസ്ജിദ് 17-ാം നൂറ്റാണ്ട് മുതലുള്ള ആരാധനാലയമാണ്. ഫത്തേപുരി മസ്ജിദിലേക്ക് ബോംബാക്രമണം നടന്നു. ഏറ്റവും ദാരുണമായ സംഭവം നടന്നത് കരോൾ ബാഗിലാണ്. കരോൾ ബാഗിൽ ഒരു സ്കൂളിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ പരീക്ഷാ ഹാളിൽ നിന്ന് ഒരു മതവിഭാഗക്കാരെ മാത്രം വലിച്ചിറക്കി കൂട്ടക്കൊല ചെയ്ത ഏറ്റവും ദാരുണമായ സംഭവം. എങ്ങനെയും രക്ഷപ്പെടാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയവർക്ക് നേരെ സെപ്റ്റംബർ 6 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ബോംബെറിയപ്പെട്ടു. സെപ്റ്റംബർ 7 ആകുമ്പോഴേക്ക് കൊണാട്ട് പ്ലേസിലെ വ്യാപാര കേന്ദ്രങ്ങളിലേക്കടക്കം കലാപം പടർന്നിരുന്നു. എല്ലാ മേഖലകളും കലാപകലുഷിതമായ സാഹചര്യം. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കൊണാട്ട് പ്ലേസിൽ വണ്ടി നിർത്തി ഇറങ്ങി. അദ്ദേഹം നിഷ്ക്രിയരായി നിൽക്കുന്ന പോലീസുകാരുടെ കയ്യിൽ നിന്ന് ലാത്തി വലിച്ചെടുത്ത് ഒഡിയോൺ സിനിമയ്ക്ക് സമീപം റയട്ടേഴ്സിനെ, കലാപകാരികളെ അടിച്ചോടിച്ച സംഭവം പോലും ഉണ്ടായി. പലർക്കും അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹി കത്തുമ്പോൾ തെരുവുകളിലായിരുന്നു.
സെപ്റ്റംബർ 8-ാം തീയതി അദ്ദേഹം ഓൾഡ് ഡൽഹിയിലെ നശിപ്പിക്കപ്പെട്ട, തകർന്ന, ആക്രമിക്കപ്പെട്ട മേഖലകളിലേക്ക് യാത്ര ചെയ്തു. അവിടെ നിന്ന് എല്ലാവരും നഷ്ടപ്പെട്ട രണ്ട് മുസ്ലിം പെൺകുട്ടികളെ നെഹ്റു സ്വവസതിയിലേക്ക്, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സെപ്റ്റംബർ മാസം 7-ാം തീയതി കൊണാട്ട് പ്ലേസിലെ പാകിസ്ഥാൻ ട്രാൻസ്ഫർ ഓഫീസിൽ 6000 പേരാണ് എത്തിയത് എങ്കിൽ, പാകിസ്ഥാനിലേക്ക് പോകാൻ 6000 പേരാണ് എത്തിയതെങ്കിൽ തൊട്ടടുത്ത ദിവസമായപ്പോഴേക്ക് അത് 12,000-ആയി ഉയർന്നു. എല്ലായിടത്തും കലാപകാരികൾ കറങ്ങി നടക്കുന്നു. ബസ്സുകൾ, ട്രെയിനുകൾ ഇവയെല്ലാം സെർച്ച് ചെയ്യപ്പെടുകയാണ്. മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ പ്രാണരക്ഷാർത്ഥം ജമാ മസ്ജിദിലേക്കും മൗലാന അബുൽ കലാം ആസാദിൻ്റെയും റാഫി അഹമ്മദ് കിദ്വായിയുടെയും വീടുകളിലേക്കും ഓടി. സെപ്റ്റംബർ 8-നാണ് സബ്സി മണ്ടിയിൽ ഏറ്റവും ദാരുണമായ സംഭവം നടന്നത്. മൃതദേഹങ്ങൾ പാതയോരത്ത് ചിതറിക്കിടക്കുകയായിരുന്നു എന്നാണ് പത്ര റിപ്പോർട്ടുകൾ. 9-ാം തീയതി ഇത് പഹാഡ്ഗഞ്ചിലും ആവർത്തിക്കപ്പെട്ടു. സബ്സി മണ്ടി, പഹാഡ്ഗഞ്ച്, കരോൾബാഗ് മേഖലകളാണ് ഏറ്റവും ഭീകരമായ കലാപം നടന്ന ഇടങ്ങൾ. തുടർന്ന് പുരാനഖിലയിലും ഹനുമാൻ ടോംബിലും പുതിയ 2 ക്യാമ്പുകൾ. ഡൽഹി ആക്രമണത്തിൽ ഭവനരഹിതരായ, വീട് വിട്ട് ഓടേണ്ടി വന്ന മനുഷ്യർക്കായി 2 ക്യാമ്പുകൾ ആരംഭിച്ചു. സെപ്റ്റംബർ 9 ആകുമ്പോഴേക്ക് 8000-ന് മുകളിലായി ഡൽഹി കലാപത്തിലെ മരണം. എങ്ങനെ ഇന്ത്യൻ ഭരണകൂടം ഈ കലാപം നേരിട്ടു എന്നതുകൂടി നമ്മൾ കാണണം. അന്ന് കലാപം നേരിടാനുള്ള മുഖ്യ ചുമതല ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന MS രൺധാവയ്ക്കായിരുന്നു. അദ്ദേഹം പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിച്ചു. അന്ന് ഡൽഹി സ്പെഷ്യൽ കമ്മീഷണർ ഖുർഷിദ് അഹമ്മദാണ്. പക്ഷേ ഡൽഹിയുടെ സുരക്ഷ നേരിട്ട് നിർവഹിച്ചിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി വല്ലഭായ് പട്ടേലിന് ഖുർഷിദ് അഹമ്മദിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അന്നത്തെ നിലപാട് മുസ്ലിം ഉദ്യോഗസ്ഥർ രാജ്യത്തോട് കൂറുള്ളവരായിരിക്കില്ല എന്നായിരുന്നു. അവരെ സർവീസിൽ നിന്ന് ഒഴിവാക്കണം എന്നുപോലുമുള്ള അഭിപ്രായം വല്ലഭായ് പട്ടേലിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. MS രൺധാവ ഈ കലാപബാധിത മേഖലകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അകമ്പടി പോയത് RSS പ്രവർത്തകരായിരുന്നു. അങ്ങനെയുള്ള പരാതികൾ നിറഞ്ഞു നിൽക്കെ ജവഹർലാൽ നെഹ്റു നേരിട്ട് ഈ തെരുവുകളിൽ ഇറങ്ങി. അദ്ദേഹം രൺധാവയുമായി സംസാരിച്ചു. കലാപം അമർച്ച ചെയ്യാൻ നിർദ്ദേശം നൽകി. ഫോഴ്സിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സ്പെഷ്യൽ ഓഫീസർമാരെ റിക്രൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. സ്പെഷ്യൽ ഓഫീസർമാരെയും സ്പെഷ്യൽ മജിസ്ട്രേറ്റുമാരെയും ഉടനടി റിക്രൂട്ട് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പിന്നീട് ഡൽഹി കമ്മീഷണർ ഖുർഷിദ് അഹമ്മദ് നെഹ്റുവിനോട് പരാതിപ്പെട്ടത് ഈ സ്പെഷ്യൽ ഓഫീസർമാരായി നിയമിച്ചത് കലാപത്തിന് നേതൃത്വം കൊടുത്തവരെ അല്ലെങ്കിൽ കലാപത്തിൽ പങ്കാളികളായ ആളുകളെ ആയിരുന്നുവെന്ന്. ആഭ്യന്തരമന്ത്രി പട്ടേലിന് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി നെഹ്റു കത്തെഴുതുന്നുണ്ട്. നെഹ്റു അദ്ദേഹത്തിൻ്റെ കത്തിൽ, ആഭ്യന്തരമന്ത്രിക്ക് എഴുതിയ കത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് സർദാർ പട്ടേൽസ് കറസ്പോണ്ടൻസ് എന്ന പ്രസിദ്ധീകൃതമായ പുസ്തകത്തിൻ്റെ 4-ാം വാല്യത്തിൽ 297-ാമത്തെ പേജിലുണ്ട് ഈ കത്ത്. ജവഹർലാൽ നെഹ്റു ആ കത്തിൽ പറയുന്നത് കൂടുതൽ കൊല നടത്തുന്നത് ആയുധധാരികളായ സിഖ് സംഘങ്ങളാണ്. RSSന് ഈ കലാപത്തിൽ കാര്യമായ പങ്കുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രിയോട് ആ കത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഹിന്ദു സംഘങ്ങളെ നയിക്കുന്നത് RSS ആണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. എന്ന് മാത്രമല്ല, പട്ടേലിന് അയച്ച കത്തിൽ നെഹ്റു പറയുന്ന ഒരു കാര്യം, ഈ സിഖ് ഹിന്ദു ഫാസിസ്റ്റ് ഘടകങ്ങൾ അവർ വെറും കലാപം നടത്തുക മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ മതേതര സ്വഭാവം തകർക്കാൻ ഇതുകൂടി ഈ സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് നെഹ്റു പറഞ്ഞു. പക്ഷേ പട്ടേലിന്റെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണം തണുപ്പനായിരുന്നു. ഈ കലാപം ഫലപ്രദമായി നേരിടുന്നുണ്ട് എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന്. അന്ന് കോൺഗ്രസിന്റെ ഡൽഹി ഘടകം ഈ കലാപകാരികളെ സംബന്ധിച്ച റിപ്പോർട്ട് ഗവൺമെന്റിന് നൽകി. കോൺഗ്രസ് ഗവൺമെന്റിനോട് ചൂണ്ടിക്കാണിച്ചത്, കോൺഗ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട കലാപകാരികൾ, ഒന്ന് ജാട്ട് ഭൂപ്രഭുക്കൾ, അൾവാർ രാജാവിൻ്റെ പിന്തുണയുള്ള രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ സിഖ് മിലീഷ്യകൾ, അകാലികൾ, പിന്നെ RSSന്റെ ആസൂത്രണത്തിലാണ് ഈ കലാപം പലയിടത്തും നടക്കുന്നത് എന്ന് കോൺഗ്രസ് സർക്കാരിനോട് ചൂണ്ടിക്കാണിച്ചു. ഈ ഘട്ടത്തിൽ ഒരു എമർജൻസി കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. കലാപത്തിൻ്റെ ആദ്യത്തെ നാളുകളിൽ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൻ സിംലയിലായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു എമർജൻസി കമ്മിറ്റി രൂപീകരിച്ചു. എമർജൻസി കമ്മിറ്റിയുടെ യോഗങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു തകർന്നവനെ പോലെ കാണപ്പെട്ടു. അദ്ദേഹത്തിന് അത്രമേൽ ഹൃദയവ്യഥ ഈ കലാപങ്ങളിൽ ഉണ്ടായിരുന്നു. മൗണ്ട് ബാറ്റനാണ് എമർജൻസി കമ്മിറ്റിയുടെ യോഗത്തിൽ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ആളുകൾ ക്യാരി ചെയ്യുന്നത് നിരോധിക്കണം എന്ന അഭിപ്രായം പറഞ്ഞത്, സിഖുകാരുടെ കൃപാൺ അടക്കം. എന്നാൽ ഈ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി വല്ലഭായ് പട്ടേലിന് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു.
എല്ലാ ആയുധങ്ങളും ഈ കലാപത്തിൻ്റെ സാഹചര്യത്തിൽ നിരോധിക്കണം എന്ന ആവശ്യം നെഹ്റു മുന്നോട്ട് വെച്ചു. പക്ഷേ അതിൽ കൂടുതൽ ചർച്ചകൾ വേണം എന്ന നിലപാടായിരുന്നു പട്ടേലിന്. മൂന്നാമത്തെ കമ്മിറ്റിയിൽ നെഹ്റു ഇത് കൂടുതൽ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ആ യോഗത്തിൽ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ പറഞ്ഞ കാര്യം കുത്തേറ്റാണ് കൂടുതൽ മരണങ്ങൾ എന്നുള്ളതായിരുന്നു. അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ കഠാര പോലെയുള്ള ആയുധങ്ങൾ നിരോധിക്കണം എന്ന നിലപാടിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. ഒടുവിൽ അടുത്ത യോഗത്തിൽ പട്ടേൽ അറിയിക്കുന്നുണ്ട് 9 ഇഞ്ചിൽ കൂടുതൽ നീളമുള്ള എല്ലാ ആയുധങ്ങളും, കൃപാണടക്കം 9 ഇഞ്ചിൽ കൂടുതൽ നീളമുള്ള എല്ലാ ആയുധങ്ങളും നിരോധിച്ചിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി അറിയിക്കുന്നു. ഈ എമർജൻസി കമ്മിറ്റി യോഗത്തിൽ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് ഈ ആയുധ നിരോധനത്തിന്റെ പേരിലാണ്. മതത്തിന്റെ പേരിൽ മർഡറിനെ, കൊലപാതകങ്ങളെ ന്യായീകരിക്കരുത് എന്ന് വളരെ ശക്തമായി നെഹ്റു പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസങ്ങളെ മാനിക്കേണ്ടതുണ്ട് എന്നായിരുന്നു പട്ടേലിന്റെ നിലപാട്. ഇങ്ങനെ ആ ഘട്ടമായപ്പോഴേക്ക് ഒരു മിഷൻ മോഡിലേക്ക് എമർജൻസി കമ്മിറ്റി എത്തുന്നു. ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, തെരുവുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ അദ്ദേഹം തെരുവുകളിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു തികച്ചും ഏകാഗിയായിരുന്നു എന്നാണ് ലൂയി മൗണ്ട് ബാറ്റൺ പറയുന്നത്. പുതുതായി പിറന്നു വീണ രാജ്യം, ആ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റാത്ത അവസ്ഥ, ഇത് പ്രധാനമന്ത്രിയെ, ജവഹർലാൽ നെഹ്റുവിനെ ഏറെ ഖിന്നനാക്കിയിരുന്നു. രാത്രി വൈകി മൗണ്ട് ബാറ്റനോട് സംസാരിക്കുന്നതായിരുന്നു നെഹ്റുവിനെ സംബന്ധിച്ച് അന്നത്തെ ഏക ആശ്വാസം. സെപ്റ്റംബർ മാസം 9 ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തെ അഭിസംബോധന ചെയ്തു. എൻ്റെ ജനങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ലജ്ജ കൊണ്ട് തലകുനിക്കാൻ ഇടയാക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏറെക്കാലം ഈ നാണക്കേട് നമ്മളെ വിട്ടുപോകില്ല എന്ന് അദ്ദേഹം ആ അഭിസംബോധനയിൽ പറഞ്ഞു. ഈ രാജ്യമാണോ, ഇത്തരമൊരു രാജ്യമാണോ നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്നത് എന്ന് നെഹ്റു ചോദിച്ചു. നമ്മളൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണെന്നും വാർ ഫൂട്ടിങ്ങിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കലാപത്തെ നേരിടും എന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു. ആ ദിവസമാണ് സെപ്റ്റംബർ മാസം 9 കൽക്കത്തയിൽ നിന്ന് മഹാത്മജി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. മഹാത്മാഗാന്ധിയുടെ അവസാന കാലത്തെ ജീവിതത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി പ്യാരേലാൽ ദ ലാസ്റ്റ് ഫേസ് ഓഫ് മഹാത്മ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ അവസാന നാളുകളെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ പുസ്തകമാണ് അത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഗാന്ധിജിയെ സ്വീകരിക്കാൻ സർദാർ പട്ടേലാണ് ഉണ്ടായിരുന്നത്. അന്ന് ആദ്യമായി ഊഷ്മളതയില്ലാത്ത ചിരിയോടെയാണ് ഗാന്ധിജി പട്ടേലിനെ കണ്ടത് എന്ന് പ്യാരേലാൽ എഴുതുന്നു. ബിർള ഹൗസിലേക്കാണ് ഗാന്ധിജി നേരെ പോകുന്നത്. ബിർള ഹൗസിൽ എത്തിയപ്പോൾ തളർന്ന മുഖവുമായി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ കാണാനെത്തി. കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു. ആ സമയമാകുമ്പോഴേക്ക് സൈന്യത്തെ നിയോഗിച്ചിരുന്നു ഡൽഹിയുടെ തെരുവുകളെ ശാന്തമാക്കാൻ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മഹാത്മാഗാന്ധി ഡൽഹിയിലെത്തിയതോടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാലോചനകൾ ആരംഭിച്ചു. KM പണിക്കർ, അദ്ദേഹം ബിക്കാനീറിൽ ദിവാനായിരുന്നു. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് അലൻ ക്യാമ്പൽ ജോൺസണോട് പറയുന്നത് ഇങ്ങനെയാണ്. ഗാന്ധിജി വല്ലഭായ് പട്ടേലിനോട് പറയുന്നു, വല്ലഭായ്, ഞാനും നീയും ഒന്നാണ് എന്നാണ് കരുതിയിരുന്നത്, പക്ഷേ നമ്മൾ രണ്ടാണ് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു എന്ന്. ഗാന്ധിജി അങ്ങനെ പറഞ്ഞത് കേട്ട് വല്ലഭായ് പട്ടേൽ കണ്ണീരണിഞ്ഞു എന്നാണ് KM പണിക്കർ പറഞ്ഞത്. മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹവും ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും പങ്കെടുത്ത ആ കാലഘട്ടത്തിലെ ഒരു യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ആകെ പരീക്ഷീണനായി ഗാന്ധിജിയോട് പറഞ്ഞത്, മുസ്ലിങ്ങളെ പട്ടികളെയും പൂച്ചകളെയും കൊല്ലുന്നത് പോലെ കൊല്ലുകയാണ്, ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്നെ തകർത്ത് കളയുന്നുണ്ട് എന്ന് അങ്ങേയറ്റം വ്യഥയോടുകൂടി ഗാന്ധിജിയോട് നെഹ്റു പറഞ്ഞു. ആ ഘട്ടത്തിലെ പട്ടേലിൻ്റെ പ്രതികരണം, ജവഹർലാൽ ഇത് എന്താണ് പറയുന്നത് എന്നെനിക്കറിയില്ല, കലാപത്തെ നന്നായി നമ്മൾ നേരിടുന്നുണ്ട്, സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയേ ചെയ്യാൻ കഴിയൂ. ഇത് കേട്ട് അല്പസമയം നെഹ്റു ഒന്നും മിണ്ടാനാവാതെ തരിച്ചിരുന്നു പോയി എന്നാണ്. അതിനുശേഷം ഗാന്ധിജിയെ നോക്കി, പട്ടേൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇനി എന്തു പറയാൻ എന്ന് പറഞ്ഞു എന്നാണ് മൗലാന ആസാദ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നത്. എന്തായാലും സെപ്റ്റംബർ 10 മുതൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ മിഷൻ ആരംഭിച്ചു. അദ്ദേഹം ആദ്യം എന്താണ് സ്ഥിതിഗതികൾ എന്ന് പഠിക്കുകയാണ് ചെയ്തത്. സെപ്റ്റംബർ 10 രാവിലെ മുതൽ അദ്ദേഹത്തെ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളും നേതാക്കളും വന്ന് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം
വൈകുന്നേരം ഒരു പത്രപ്രസ്താവന കൊടുത്തു. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇനി ഡൽഹി ശാന്തമാകാതെ ഞാൻ ഇവിടം വിട്ടെങ്ങോട്ടുമില്ല എന്നാണ്. അദ്ദേഹം പഞ്ചാബിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. പഞ്ചാബാണ് ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കലാപകലുഷിതം. ഡൽഹി ശാന്തമാവാതെ ഇനി ഞാൻ എങ്ങോട്ടുമില്ല എന്ന് മഹാത്മജി അന്ന് പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം 11-ാം തീയതി മഹാത്മാഗാന്ധി ഡൽഹി തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ക്യാമ്പുകളെല്ലാം സന്ദർശിച്ചു. പാകിസ്ഥാനിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തിയ അഭയാർത്ഥികളായ മനുഷ്യരെ അദ്ദേഹം കണ്ടു. ഡൽഹി കലാപത്തിൽ അനാഥരായി ക്യാമ്പുകളിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട ആളുകളെ ഗാന്ധിജി കണ്ടു. അദ്ദേഹം എല്ലാ വിഭാഗം ജനങ്ങളുമായും കൂടിക്കാഴ്ചകൾ, സംഭാഷണങ്ങൾ നടത്തി. 1947 സെപ്റ്റംബർ മാസം 12 അന്നാണ് മഹാത്മാഗാന്ധി RSSന്റെ ദ്വിതീയ സർസംഘചാലക് മാധവ് സദാശിവ ഗോൾവാൾക്കറെ കാണാൻ തീരുമാനിച്ചത്. അന്ന് രാവിലെ MS ഗോൾവാൾക്കറും ഹിന്ദു മഹാസഭാ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയും ഗാന്ധിജിയെ കാണാൻ ബിർള ഹൗസിലേക്ക് എത്തി. ആ കൂടിക്കാഴ്ച രാവിലെ നടന്നില്ല. വീണ്ടും 10:30 MS ഗോൾവാൾക്കർ എത്തി. പ്യാരേലാൽ എഴുതുന്നത്, ഗോൾവാൾക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാന്ധിജി നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ സംഘടനയുടെ കൈകൾ ചോരയിൽ മുങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന്. അത് MS ഗോൾവാൾക്കർ ശക്തമായി നിഷേധിച്ചു. ഞങ്ങൾ ഹിന്ദുസ്ഥാന്റെ സംരക്ഷകർ മാത്രമാണ്, മുസ്ലിം കൂട്ടക്കൊലയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് MS ഗോൾവാൾക്കർ ഗാന്ധിജിയോട് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ കൂട്ടക്കൊലയെ അപലപിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ തന്നെ ഇറക്കൂ എന്ന് ഗാന്ധിജി ഗോൾവാൾക്കറോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ഗോൾവാൾക്കർ തയ്യാറായില്ല. അത് അംഗീകരിച്ചില്ല. ഗാന്ധിജി തന്നെ ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് അറിയിച്ചുകൊള്ളൂ. അങ്ങനെ ആ മീറ്റിംഗ് അവസാനിച്ചു. RSS പ്രവർത്തകരെ എനിക്ക് കാണണമെന്ന ആവശ്യം ഗോൾവാൾക്കറോട് മഹാത്മാഗാന്ധി ആ സമയത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഗോൾവാൾക്കറുടെ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം പോയ ശേഷം ഗാന്ധിയുടെ അടുത്ത അനുയായികളിൽ ഒരാൾ ഗാന്ധിജിയോട് പറഞ്ഞു, ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ അച്ചടക്കത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇവരുടേത് എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജിയുടെ അതിനുള്ള മറുപടി, അത് ഹിറ്റ്ലറുടെ നാസികളും മുസോളിനിയുടെ ഫാസിസ്റ്റുകളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നാണ്. സെപ്റ്റംബർ മാസം 16-ാം തീയതി മഹാത്മാഗാന്ധി വാൽമീകി ടെമ്പിളിലെ RSS ക്യാമ്പിലേക്ക് ചെന്നു. MS ഗോൾവാൾക്കർ ആ സന്ദർശനം ഒഴിവാക്കി. അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. വസന്തറാവു ഓക്കാണ് മഹാത്മാഗാന്ധിയെ വാൽമീകി ടെമ്പിളിൽ RSSന്റെ ആ യോഗത്തിലേക്ക് സ്വീകരിച്ചത്. ഓക്കിൻ്റെ സ്വാഗത പ്രഭാഷണത്തിൽ അദ്ദേഹം ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ഹിന്ദു മതത്തിൽ നിന്ന് ഉണ്ടായ ഏറ്റവും മഹാനായ മനുഷ്യൻ എന്നാണ്. അതിന് മറുപടിയായി ഗാന്ധിജി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അഭിമാനത്തോടെ ഒരു ഹിന്ദുവാണ് എന്ന് പറയും, പക്ഷേ ഹിന്ദുമതം എന്നത് അസഹിഷ്ണുതയല്ല എന്ന് ഗാന്ധിജി RSS വോളണ്ടിയർമാരോടായി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു ഹിന്ദു വിചാരിക്കുകയാണ് അഹിന്ദുവിന് ഇന്ത്യയിൽ സ്ഥാനമില്ല, അഹിന്ദുക്കൾ ഇന്ത്യയിൽ 2ാം തരം പൗരന്മാരാണ് എങ്കിൽ ഹിന്ദുമതത്തിന് ഗ്രഹണം ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ പാകിസ്ഥാനിലെ ഒരു മുസ്ലിം വിചാരിക്കുകയാണ് അമുസ്ലിമിന് പാകിസ്ഥാനിൽ സ്ഥാനമില്ല എന്ന് എങ്കിൽ മുസ്ലിം മതത്തിന് ഗ്രഹണം ബാധിച്ചു എന്ന് മനസ്സിലാക്കണം എന്ന് ഗാന്ധിജി ആ യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം മതം എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ് എന്ന് പറഞ്ഞു. നിലവിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കുണ്ട് എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ മാസം 16-ാം തീയതി മഹാത്മാഗാന്ധി അവിടെ നിന്ന് മടങ്ങിയത്. ഇനി നമുക്ക് ആ കാലത്തെ ചില പോലീസ് രേഖകൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നാഷണൽ മ്യൂസിയത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് വിഭാഗത്തിൽ ഡൽഹി പോലീസ് ഫയലുകളുണ്ട്. ആ ഡൽഹി പോലീസ് ഫയലുകളിൽ ചിലത് പരിശോധിക്കുമ്പോൾ സെപ്റ്റംബർ മാസം 29-ാം തീയതി നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് അന്നത്തെ പോലീസ് റിപ്പോർട്ട് ഇങ്ങനെയാണ്. RSSന്റെ ശാഖകൾക്ക് എല്ലാം നിർദ്ദേശം കിട്ടിയിരിക്കുന്നു. ഗാന്ധിജി ഡൽഹിയിലുള്ളപ്പോൾ നമ്മൾ അടങ്ങിയിരിക്കണം, നമ്മൾ സംയമനം പാലിക്കണം. അതേസമയം തന്നെ മുസ്ലിങ്ങൾ അവരുടെ വാസസ്ഥാനങ്ങളിലേക്ക്, അവർ വിട്ടിട്ട് പോയ വീടുകളിലേക്ക്, സബ്സി മന്തി അടക്കമുള്ള ഇടങ്ങളിലേക്ക് മടങ്ങി വന്നാൽ അത് അനുവദിക്കരുത്. അഭയാർത്ഥികളെ ഡൽഹിയിലെ തെരുവുകൾ മുഴുവൻ പരിചയപ്പെടുത്തണം. എവിടങ്ങളിലൊക്കെയാണ് മുസ്ലിം സ്ഥാപനങ്ങൾ, വീടുകൾ എന്നവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ചർച്ചയുണ്ടായി എന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ മാസം 12-ാം തീയതി നടന്ന ഒരു യോഗത്തെക്കുറിച്ചും ഈ പോലീസ് റെക്കോർഡ്സിൽ പറയുന്നുണ്ട്. ഇൻ്റലിജൻസ് റിപ്പോർട്ടായിട്ട് MS ഗോൾവാൾക്കർ ഡൽഹിയിൽ നടന്ന RSS പ്രവർത്തകരുടെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഒരു ശ്രമം കൂടി നടത്തേണ്ടി വരും മുസ്ലിങ്ങളെ ഡൽഹിയിൽ നിന്ന് പുറന്തള്ളാൻ. അപ്പോൾ മാത്രമേ നമുക്കിതിനെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഭാട്ഗഞ്ച്, സബ്സി മണ്ഡി, കരോൾ ബാഗ് മേഖലകളിൽ ഉള്ള ഹിന്ദുക്കളെ അഭിനന്ദിച്ചു. അവർ മറ്റുള്ളവർക്ക് മാതൃകയാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. ഓർമ്മയുണ്ടല്ലോ, ആ മേഖലകളിലാണ് ഏറ്റവും രക്തരൂക്ഷിതമായ കലാപം നടന്നത്. ഒക്ടോബർ മാസം 24-ാം തീയതി ഫയൽ ചെയ്ത മറ്റൊരു പോലീസ് റിപ്പോർട്ട് അന്നത്തെ RSSന്റെ ആക്ടിവിറ്റികളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സമ്പൂർണ്ണമായ പുറന്തള്ളൽ, ഡൽഹിയിൽ നിന്ന് മുസ്ലിങ്ങളെ സമ്പൂർണ്ണമായി പുറന്തള്ളണമെന്ന ആലോചന വളരെ സജീവമാണ്. പക്ഷേ അതിനുവേണ്ടി മഹാത്മാഗാന്ധി ഡൽഹിയിൽ നിന്ന് മടങ്ങുന്നത് വരെ കാത്തിരിക്കണം എന്ന നിർദ്ദേശം ശാഖാ ഘടകങ്ങൾക്ക് പോയതായി ഒക്ടോബർ മാസം 24-ാം തീയതിയുടെ പോലീസ് റിപ്പോർട്ട് പറയുന്നു. മഹാത്മാഗാന്ധി ഡൽഹിയിലുള്ള സമയത്ത് ഇനി ഒരു ചോര ചൊരിച്ചിൽ എന്നുള്ളത് അസാധ്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. വളരെ ടെൻസ്ഡ് ആണെങ്കിലും ചോര ചൊരിച്ചിലില്ലാത്ത സമാധാനത്തിലേക്ക്, അസുഖകരമായ ഒരു സമാധാനത്തിലേക്ക് ഡൽഹി മടങ്ങിപ്പോയി. ഈ സമയത്ത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ പ്രചരണപരമായ കാര്യങ്ങളിലേക്ക് ഡൽഹിയിൽ RSSന്റെ ശ്രദ്ധ പോകുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ഡോൺ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് ഡൽഹിയിലെ ലത്തീഫി പ്രസ്സിൽ നിന്നാണ്. ആ പ്രസ് സെപ്റ്റംബർ 4 കലാപത്തിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. ആ പ്രസ് 5 ലക്ഷം രൂപ കൊടുത്ത് RSS വാങ്ങുകയും അവിടെ ആ പ്രസിന്റെ പേര് ഭാരത് പ്രകാശൻ ലിമിറ്റഡ് എന്ന് ആക്കി മാറ്റുകയും ചെയ്തു. അവിടെ നിന്നാണ് ഓർഗനൈസർ അടക്കമുള്ള വാരികകൾ പ്രിന്റ് ചെയ്യാൻ ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ഡൽഹിയിലെ സാന്നിധ്യം മൂലം വെസ്റ്റേൺ UPയിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ RSS തീരുമാനിക്കുന്നു. ഗോൾവാൾക്കർ അങ്ങോട്ടേക്ക് പോകുന്നു. ആ സമയമാകുമ്പോഴേക്ക് ഡൽഹിയിൽ നിന്ന് അഭയാർത്ഥികളെ വിവിധ പ്രവിശ്യകളിലേക്ക് അയച്ചു തുടങ്ങിയിരുന്നു. പ്രധാനപ്പെട്ട ഒരു സ്ഥലം UP ആണ്, യുണൈറ്റഡ് പ്രോവിൻസ് ആണ്. അന്ന് നടന്ന ഒരു കാര്യം, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പോലീസ് കണ്ടെത്തൽ ഉണ്ടാവുന്നു. വെസ്റ്റേൺ UPയുടെ DIG ആയിരുന്ന BBL ജെയ്റ്റ്ലി അന്നത്തെ ഹോം സെക്രട്ടറി രാജേശ്വർ ദയാലിൻ്റെ വീട്ടിൽ അടിയന്തര സാഹചര്യത്തിൽ എത്തുകയാണ്. അദ്ദേഹം ചില ഷോക്കിംഗ് ആയിട്ടുള്ള, ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹോം സെക്രട്ടറി അറിയിക്കുന്നു. ഒരു റെയ്ഡ് നടത്തിയപ്പോൾ BBL ജെയ്റ്റ്ലിയുടെ പോലീസ് സംഘത്തിന് കിട്ടിയത് ഒരു വലിയ കലാപം നടത്താനുള്ള ബ്ലൂ പ്രിൻ്റാണ്. ഒരു വലിയ കലാപത്തിൻ്റെ ആസൂത്രണം സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെയ്റ്റ്ലി രാജേശ്വർ ദയാലിനെ കാണാൻ വന്നത്. എങ്ങനെ, ഏതൊക്കെ മേഖലകൾ, എവിടെയൊക്കെ വിവിധ മതവിഭാഗങ്ങളുടെ പോപ്പുലേഷൻ തുടങ്ങിയവ അടക്കം അടയാളപ്പെടുത്തിയിട്ടുള്ള വിശദമായ ഒരു കലാപരേഖയാണ് UP പോലീസിന് കിട്ടിയത്. ഇത് കണ്ട ഹോം സെക്രട്ടറി ഉടൻ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി GB പന്തിൻ്റെ വീട്ടിലേക്ക് ജെയ്റ്റ്ലിയെയും കൂട്ടിപ്പോയി ഈ സ്ഫോടനാത്മകമായ വിവരം അറിയിച്ചു. ഹോം സെക്രട്ടറിയും DIGയും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് MS ഗോൾവാൾക്കറെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നാണ്. അദ്ദേഹം അന്ന് വെസ്റ്റേൺ UPയിലുണ്ട്. പക്ഷെ അന്ന് പന്ത് പറഞ്ഞത് നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വെക്കാം, എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ്. രാജേശ്വർ ദയാൽ ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ, ഈ സീരീസ് ഓഫ് ഇവൻറ്റ്സ് രാജേശ്വർ ദയാൽ എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പിന്നീട് ഗാന്ധിയുടെ വധം അന്വേഷിച്ച ജസ്റ്റിസ് കപൂർ കമ്മീഷന്റെ മുൻപാകെ ജെയ്റ്റ്ലി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും തൊട്ടടുത്ത ദിവസം മന്ത്രിസഭാ യോഗം ചേർന്നു. അറസ്റ്റല്ല, മറിച്ച് വിശദീകരണം ചോദിച്ച് ഗോൾവാൾക്കർക്ക് ഒരു കത്തയക്കാനാണ് അന്നത്തെ UP സർക്കാർ തീരുമാനിച്ചത്, പന്തിൻ്റെ സർക്കാർ തീരുമാനിച്ചത്. വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്ത് ഗോൾവാൾക്കർക്ക് കൊടുക്കാൻ ഗോൾവാൾക്കറെ തിരഞ്ഞ് കുറെ കാലം നടന്നു എന്നുള്ളതാണ് അവസ്ഥ. പിന്നീട് ഈ BBL ജെയ്റ്റ്ലി പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ജീവൻലാൽ കപൂർ കമ്മീഷന് മുൻപാകെ പറഞ്ഞ ഒരു കാര്യം, GB പന്ത് ഇക്കാര്യം ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും RSSനെ നിരോധിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്ന് പട്ടേൽ പന്തിനെ അറിയിച്ചു എന്നുമൊക്കെയാണ്. എന്തായാലും കോൺഗ്രസിൽ രണ്ട് പക്ഷങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടിയായി മാറണം എന്ന വികാരം ആ കാലത്തുണ്ടായി. കാരണം അതിഭീകരമായ കുറ്റകൃത്യങ്ങൾ ഈ വിഭജനാനന്തരം ഉണ്ടായി. വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ഭൂമിശാസ്ത്രപരമായി പെട്ടുപോയ ഇടങ്ങളിലെ മനുഷ്യർ, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദുക്കളും സിഖുകാരും അത്രമേൽ വലിയ കൊടിയ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിയത്. ആ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടിയായി മാറണം എന്ന വികാരം കോൺഗ്രസിൽ ഇങ്ങനെ പതുക്കെ ശക്തിപ്പെട്ട് വരുന്ന ഘട്ടമായിരുന്നു അത്. ഒക്ടോബർ 2-ാം തീയതി മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ, 78-ാം ജന്മദിനത്തിൽ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ആ അഭിസംബോധനയിൽ നെഹ്റു പറഞ്ഞത് ഇങ്ങനെയാണ്: ഹിന്ദു രാഷ്ട്രം എന്ന ആവശ്യം ഒരു വിഡ്ഢിത്തം മാത്രമല്ല, അത് ഫാസിസവും കൂടിയാണ്.
ഹിന്ദുരാഷ്ട്രം വരണം എന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഗതി ഹിറ്റ്ലറുടെ ഗതിയായിരിക്കും എന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. അതേസമയം തന്നെ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിലും സംസ്ഥാന ഘടകങ്ങളിലുമൊക്കെ ഈ ഒരു സെന്റിമെന്റ് ശക്തമായിരുന്നു. സർദാർ പട്ടേലിന്റെ നിലപാടുകൾ ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാടുകൾക്ക് അനുഗുണമായിരുന്നതുമല്ല. നവംബർ മാസം 15-ാം തീയതി ഒരു സുപ്രധാനമായ തീയതിയാണ്. നവംബർ മാസം 15-ാം തീയതി AICCയുടെ സമ്മേളനം, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം ഡൽഹിയിൽ ചേർന്നു. ആ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിയുടെ പ്രസംഗം. മഹാത്മാഗാന്ധി ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചു, ഈ രാജ്യം ഹിന്ദുക്കളുടേത് എന്നതുപോലെ മുസ്ലിങ്ങളുടേതുമാണ്. ഈ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദുക്കളുടേതും മുസ്ലിങ്ങളുടേതും ക്രിസ്ത്യാനികളുടേതും പാഴ്സികളുടേതും എല്ലാവരുടേതുമാണ്. ഇന്ത്യ എന്നത് ഇന്ത്യക്കാരുടേതാണ്. എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ് നമ്മുടെ നയം. ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറഞ്ഞവരായി കാണുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ രാജ്യദ്രോഹികളായി കാണുന്നുവെങ്കിൽ അവർ നമ്മുടെ സ്വന്തം രാജ്യത്തെയും ഈ പാർട്ടിയെയും ഹിന്ദു മതത്തെയും താഴ്ത്തിക്കെട്ടുന്നവരാണ് എന്ന് വ്യക്തമായ ഭാഷയിൽ മഹാത്മാഗാന്ധി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ, നവംബർ 15-ാം തീയതിയുടെ പ്രസംഗത്തിൽ, ഒരേ ഒരു നേതാവിനെ മാത്രമേ മഹാത്മാഗാന്ധി പേരെടുത്ത് പരാമർശിച്ചിരുന്നുള്ളൂ. അത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ജവഹർലാൽ നെഹ്റുവിനെ മുക്തകണ്ഠം ഗാന്ധിജി പ്രശംസിച്ചു. അദ്ദേഹം ആഗോള അംഗീകാരം നേടുകയാണ്. അമേരിക്കക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാനെ കാണുന്നത് പോലെയാണ് നെഹ്റുവിനെ കാണുന്നത്. വലിയ വലിയ രാജ്യങ്ങൾ, വലിയ സമ്പത്തുള്ള ആണവ ശക്തികളായ വലിയ സൈന്യമുള്ള രാജ്യങ്ങൾ, അവിടുത്തെ ജനങ്ങൾ ജവഹർലാൽ നെഹ്റുവിനെ ഒരു അന്താരാഷ്ട്ര നേതാവായാണ് കാണുന്നത്. നമ്മളും അങ്ങനെ നെഹ്റുവിനെ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് AICC സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി പ്രസംഗിച്ചു. അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ദിശാസൂചകമായിരുന്നു. ഗാന്ധിജി എൻഡോഴ്സ് ചെയ്തത് നെഹ്റുവിനെയും നെഹ്റുവിൻ്റെ നയങ്ങളെയുമാണ് എന്ന വ്യക്തമായ സന്ദേശം എല്ലാ കോൺഗ്രസ്സുകാർക്കും എല്ലാ കോൺഗ്രസ് ഘടകങ്ങൾക്കും നൽകുന്ന പ്രസംഗമായിരുന്നു അത്. ഗാന്ധിജിയുടെ പ്രസംഗത്തിന് അനുഗുണമായിട്ടുള്ള പ്രമേയങ്ങളാണ് പിന്നീട് 3 ദിവസമായി നടന്ന AICC സമ്മേളനത്തിൽ ഉണ്ടായത്. RSS, മുസ്ലിം നാഷണൽ ഗാർഡ്സ്, അകാലി പാർട്ടി തുടങ്ങിയവ സ്വകാര്യ സേനകൾ പോലെ പ്രവർത്തിക്കുകയാണെന്നും സ്വകാര്യ സേനകളെ സർക്കാരുകൾ, പ്രവിശ്യ സർക്കാരുകളും കേന്ദ്ര സർക്കാരും നിയന്ത്രിക്കണം എന്നുമുള്ള പ്രമേയം ആ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്നു. ആ പ്രമേയം അടക്കമുള്ള പ്രമേയങ്ങൾ പാസാക്കി. ദേശീയ ഐക്യത്തിനും ഹിന്ദു മുസ്ലിം ഐക്യത്തിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് AICC സമ്മേളനം കൊടി ഇറങ്ങുന്നത്. ഡിസംബർ ആകുമ്പോഴേക്ക് RSS കേഡർമാരിൽ അസ്വസ്ഥത പടരുകയാണ്. വീണ്ടും ഒരു കലാപം എന്നുള്ളത് ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ അസാധ്യമാണ്. ഇപ്പോഴുള്ള സർക്കാരിനെ മാറ്റി ഭരണം പിടിക്കണം എന്ന ചിന്ത വളർന്നു വന്നു. ഡിസംബർ മാസം 7-ാം തീയതി ഡൽഹി രാംലീല മൈതാനത്ത് RSSന്റെ ഒരു വലിയ സമ്മേളനം നടന്നു. 50,000 ഗണവേഷധാരികളും 50,000 ജനങ്ങളും പങ്കെടുത്തു. ആൾവാർ രാജാവ് മുതൽ JK ബിർള വരെ അതിഥികളായി പങ്കെടുത്തു. ആ യോഗത്തിൽ MS ഗോൾവാൾക്കർ സംസാരിച്ചു. പക്ഷേ അത് മൃദുവായി, മിതമായി ആയിരുന്നു. തൊട്ടടുത്ത ദിവസം ഡിസംബർ മാസം 8-ാം തീയതി റോത്തക് റോഡിൽ 2500 RSS കേഡർമാരുടെ യോഗം ചേരുകയാണ്. മറ്റാർക്കും പ്രവേശനമില്ല. ഡൽഹി പോലീസിലെ ഒരു CID ആ യോഗത്തിലേക്ക് നുഴഞ്ഞു കയറി. അദ്ദേഹം ആ യോഗം റിപ്പോർട്ട് ചെയ്തത് ഡൽഹി പോലീസ് റെക്കോർഡ്സിൽ ഉണ്ട്. സേവക് എന്ന പേരിലാണ്, എന്ന കോഡ് നെയിമിലാണ് ഡൽഹി പോലീസിൻ്റെ റെക്കോർഡ്സിൽ ഈ റിപ്പോർട്ടുള്ളത്. ആ യോഗത്തിൽ ആണ് പിന്നീട് വളരെ വിവാദമായ ഗോൾവാൾക്കറുടെ പ്രസംഗം ഉണ്ടാവുന്നത്. ഗോൾവാൾക്കറുടെ പ്രസംഗം ഇങ്ങനെയാണ്: മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തുക തന്നെ ചെയ്യും. അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല. മഹാത്മാഗാന്ധി മിസ്ലീഡ് ചെയ്യുകയാണ്. ഇത്തരക്കാരെ നിശബ്ദരാക്കാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഹിന്ദുക്കൾക്കെതിരായി ഒന്നും ചെയ്യരുത് എന്നത് ശീലമായി പോയതുകൊണ്ടാണ്. പക്ഷേ നിർബന്ധിതമായാൽ അതും ചെയ്യേണ്ടി വരും, ഗോൾവാൾക്കർ പ്രസംഗിച്ചു. ഇതേ ദിവസം തന്നെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക്, പ്രവിശ്യ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, RSS നാസി സൈന്യത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു സ്വകാര്യ സേനയാണ്. ഇവരുടെ പ്രവർത്തനം ഇങ്ങനെ അനുവദിച്ചാൽ ഈ ഇന്ത്യ തന്നെ ബാക്കിയുണ്ടാകില്ല. ഗവൺമെന്റുകൾ കൃത്യമായ നടപടി, ആയുധ പരിശീലനം അടക്കം തടയുന്ന കാര്യത്തിൽ ഗവൺമെന്റുകൾ കൃത്യമായ നടപടിയെടുക്കണം എന്ന് കത്തിലൂടെ പ്രധാനമന്ത്രി നെഹ്റു മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. ഡിസംബർ മാസം 17-ാം തീയതി അദ്ദേഹം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി GB പന്തിന് ഒരു കത്തയക്കുന്നു. ആ കത്തിൽ അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി RSSുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെ നടപടികളാണ് നിങ്ങൾ RSSനെതിരെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആരാഞ്ഞുകൊണ്ട് ഡിസംബർ മാസം 17-ാം തീയതി നെഹ്റു കത്തയക്കുന്നു പന്തിന്. ഡിസംബർ മാസം 29-ാം തീയതി വീണ്ടും UP മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ കത്ത്.
നിങ്ങൾ എപ്പോഴാണ് നടപടിയെടുക്കാൻ പോകുന്നത് എന്ന് കുറച്ച് പരുഷമായ ഭാഷയിൽ അന്നത്തെ പ്രധാനമന്ത്രി UP മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. ജനുവരി മാസം 3-ാം തീയതി കൽക്കത്തയിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ രാജ്യത്തോടുള്ള കൂറ് തന്നെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാനെ രൂപീകരിക്കാൻ സഹായിച്ച ആളുകൾ ഒരു രാത്രി വെളുക്കുമ്പോഴേക്ക് രാജ്യത്തോട് കൂറുള്ളവരായി മാറി എന്ന് എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചു. 5-ാം തീയതി, തൊട്ടടുത്ത ദിവസം 5-ാം തീയതി RSSന്റെ നിരോധനം സംബന്ധിച്ച് മദ്രാസിലെ ഹോം മിനിസ്റ്റർക്ക് പ്രധാനമന്ത്രി ഒരു കത്തയച്ചു. ആ കത്ത് നിരോധനമടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉചിതമായി തീരുമാനിക്കാം, നിങ്ങളുടെ ജഡ്ജ്മെന്റിന് വിടുന്നു എന്നാണ് RSSനെ കുറിച്ചുള്ള പരാമർശം. വീണ്ടും മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുന്നു നെഹ്റു. ആ കത്തിലും സ്വകാര്യ സേനയായി പ്രവർത്തിക്കുന്ന RSSനെ നിലയ്ക്ക് നിർത്തണം എന്നാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്. ജനുവരി മാസം 6-ാം തീയതി ലക്നൌവിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രസംഗം. നെഹ്റു RSSനോട് സ്വീകരിച്ച നിലപാടല്ല പട്ടേൽ സ്വീകരിച്ചത്. അദ്ദേഹം അനുഭാവപൂർണ്ണമായി RSSകാരോട് പറഞ്ഞു, RSSകാർ കത്തിയും ദണ്ഡയും ഉപേക്ഷിക്കണം, RSSനെ അടിച്ചമർത്തുകയല്ല മറിച്ച് നേർവഴിക്ക് നടത്തുകയാണ് വേണ്ടത്, സ്നേഹം കൊണ്ട് കോൺഗ്രസ്സുകാർ RSSനെ കീഴ്പ്പെടുത്തണം എന്നായിരുന്നു ലക്നൌവിലെ പട്ടേലിൻ്റെ പ്രസംഗം. അദ്ദേഹം കൽക്കട്ടയിൽ നടത്തിയ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം സംബന്ധിച്ച പരാമർശങ്ങൾ മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, ഇന്ത്യയെ നയിച്ചിരുന്ന 2 നേതാക്കൾ, ഇന്ത്യൻ ഭരണത്തിൻ്റെ സ്തംഭങ്ങളായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അവരുടെ വീക്ഷണങ്ങളിൽ ഈ തരുണത്തിലുള്ള വ്യത്യസ്തത പുലർത്തവെയാണ് ജനുവരി മാസം 13-ാം തീയതി മഹാത്മാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായത്. ജനുവരി മാസം 12-ാം തീയതിയിലെ പ്രാർത്ഥനാ യോഗത്തിനൊടുവിൽ ഗാന്ധിജി അനുയായികളെ അറിയിച്ചിരുന്നു അദ്ദേഹം വീണ്ടും നിരാഹാര സമരം നടത്താൻ പോവുകയാണ് എന്ന്. ജനുവരി 13-ന് മഹാത്മജി അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ ഡൽഹിയിൽ സമാധാനം പുലരണം, സാമുദായിക സാഹോദര്യം ഉണ്ടാകണം, മുസ്ലിങ്ങളുടെ പള്ളികളും കയ്യേറിയ സ്ഥാപനങ്ങളും വീടുകളും അവർക്ക് വിട്ടുകൊടുക്കണം, സമാധാനം ഉറപ്പാക്കുമെന്ന് എന്നോട് എല്ലാവരും പ്രതിജ്ഞ ചെയ്യണം, പാർട്ടീഷൻ പ്ലാനിൻ്റെ ഭാഗമായി പാകിസ്ഥാന് നൽകാൻ ബാക്കിയുള്ള 55 കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാന് നൽകണം, സമാധാനം പുലരാതെ ഞാൻ നിരാഹാരം അവസാനിപ്പിക്കില്ല, മരണം വരെയും നിരാഹാരമിരിക്കും, മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ചു. മഹാത്മാഗാന്ധി നിരാഹാരം തുടങ്ങിയ ജനുവരി 13-ന് ബിർള ഹൗസിലേക്ക് അഭയാർത്ഥികളടക്കമുള്ള ആളുകൾ പ്രകടനം നടത്തി. ചോരയ്ക്ക് പകരം ചോര, മഹാത്മാഗാന്ധി മരിക്കട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഗാന്ധിജി മരിച്ചോട്ടെ എന്ന് പ്രകടനം വിളിച്ച് നീങ്ങിയ ആളുകൾക്ക് നേരെ ജവഹർലാൽ നെഹ്റു ആദ്യമെന്നാൽ ഞാൻ മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങി. ആ പ്രകടനം അവിടെ അവസാനിച്ചു. അടുത്ത ദിവസവും ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഗാന്ധിജി വേണമെങ്കിൽ മരിച്ചോട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു. മറ്റൊന്നുകൂടി സംഭവിച്ചു. ഗാന്ധിജിയുടെ നിരാഹാര സമരം 2-ാം ദിവസത്തിലേക്ക് കടന്നതോടെ രാജ്യം ഉണരാൻ തുടങ്ങി. സമാധാന യോഗങ്ങൾക്ക് ശക്തി കൈവന്നു. മൗലാന ആസാദും ജവഹർലാൽ നെഹ്റുവും തന്നെ ഡൽഹിയിൽ പൊതുയോഗങ്ങൾ നടത്തി. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഒരു പീസ് ബ്രിഗേഡ് നടത്തി. വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ നിരാഹാരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് മഹാത്മജിക്ക് കത്തയച്ചു. ഡൽഹിയിലെ ക്യാമ്പുകളിലുള്ള അഭയാർത്ഥികൾ തന്നെ ഗാന്ധിജി നിരാഹാരം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടു. വിവിധയിടങ്ങളിൽ യോഗങ്ങൾ ചേർന്നു. 16 പിന്നിടുന്നതോടുകൂടി മഹാത്മജിയുടെ ആരോഗ്യനില വഷളാവുകയാണ്. ഒരു ടെൻഷൻ ഡൽഹിയിൽ ബിൽഡ് ചെയ്തു വരികയാണ്. ഉറുദു മൈതാനത്ത് 1 ലക്ഷം പേർ പങ്കെടുത്ത ഒരു യോഗം ചേർന്നു. അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും പരസ്പരം ആശ്ലേഷിച്ചു. ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിക്കണം എന്ന് വലിയ ആൾക്കൂട്ടം ആവശ്യപ്പെടുകയാണ്. ആ ഘട്ടത്തിൽ ഈ നിരാഹാര സമരത്തോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്ന സർദാർ പട്ടേൽ ഭാവ്നഗറിലേക്ക് പോയി. അദ്ദേഹം ഡൽഹി വിട്ടു. തൊട്ടടുത്ത ദിവസം അഭയാർത്ഥികളായി ഡൽഹിയിലേക്ക് വന്ന ഹിന്ദുക്കളും സിഖുകാരുമായ 2 ലക്ഷം പേർ മുസ്ലിങ്ങളെ സഹോദരന്മാരായി സാഹോദര്യത്തോടുകൂടി കാണും, ഇനി കലാപമുണ്ടാകില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് 2 ലക്ഷം പേർ ഒപ്പിട്ട് ഗാന്ധിജിക്ക് അയച്ചു. സമാധാന ശ്രമങ്ങൾ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുകയാണ്. പൂർണ്ണമായും ശാന്തമാവുകയാണ് ഡൽഹി. ഗാന്ധിജി കാത്തിരുന്നു. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ പോലും മഹാത്മജിയോട് നിരാഹാരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ഒടുവിൽ ഹിന്ദു മഹാസഭയും RSSും സിഖ് കക്ഷികളും
17-ാം തീയതി ആകുമ്പോഴേക്ക് മഹാത്മജിയോട് നിരാഹാരം അവസാനിപ്പിക്കണം എന്ന ആവശ്യവുമായി എത്തി. രാജ്യം മുഴുവൻ ഗാന്ധിജിയുടെ ജീവന് വേണ്ടി ഒറ്റക്കെട്ടാണ്. ജനക്കൂട്ടം ബിർള ഹൗസിന് മുമ്പിൽ വർദ്ധിച്ചു വന്നു. ജനക്കൂട്ടം കണ്ണീരണിഞ്ഞു. ബാപ്പുജിയുടെ ജീവൻ നിലനിർത്തണം എന്ന ആവശ്യം ഇന്ത്യയുടെ വികാരമായി മാറി. ഡൽഹിയിൽ ഇനി ഒരു ചോര വീഴില്ല, ഡൽഹി സമാധാനത്തിലേക്ക് മടങ്ങും എന്ന പരിപൂർണമായ ഉറപ്പിൽ 18-ാം തീയതി ജനുവരി മാസം 18-ാം തീയതി മൗലാന അബുൽ കലാം ആസാദിൽ നിന്ന് നാരങ്ങാ നീര് സ്വീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഡൽഹി പൂർണ്ണ സമാധാനത്തിലേക്ക് വന്നു. 17-ാം തീയതി തന്നെ സബ്സി മണ്ഡിയിലെ മുസ്ലിങ്ങൾ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിയിരുന്നു. അങ്ങനെ പിടിച്ചെടുത്ത ഒഴിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർ മടങ്ങി. ഡൽഹി സമാധാനത്തിലേക്ക് പുലർന്നു. 20-ാം തീയതി ജനുവരി മാസം 20-ാം തീയതി മഹാത്മാഗാന്ധി ഒരു വധശ്രമത്തെ അതിജീവിച്ചു. അതേ സംഘം 10 ദിവസം കഴിഞ്ഞ് 1948 ജനുവരി മാസം 30-ാം തീയതി മഹാത്മാഗാന്ധിയുടെ ജീവനെടുത്തു. വൈകിട്ട് 5:15 ബിർള ഹൗസിൽ ഹേ റാം എന്ന് വിളിച്ചുകൊണ്ട് മഹാത്മജി മരണത്തിന് കീഴടങ്ങി. RSSലൂടെ ഹിന്ദു മഹാസഭയിലും ഹിന്ദുരാഷ്ട്രദളിലും എത്തിയ നാഥുറാം വിനായക് ഗോഡ്സെയുടെ നേതൃത്വത്തിലായിരുന്നു ഗാന്ധിയുടെ കൊലപാതകം. അതിൻ്റെ ഗൂഢാലോചന, അതിൻ്റെ അനന്തരഫലങ്ങൾ, ഇത് വിപുലമായൊരു വിഷയമാണ്. മറ്റൊരു വീഡിയോയിൽ അത് വിശദമായി ഉൾക്കൊള്ളിക്കാം. ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി വീണത് ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി. ഹിന്ദു മഹാസഭയുടെയും RSSന്റെയും ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. ഹിന്ദു മഹാസഭാ നേതാവ് VD സവർക്കറുടെ വീട്ടിലേക്ക് ബോംബെയിൽ ജനങ്ങൾ തള്ളിക്കയറി. സാംഗ്ലിയിൽ RSSന്റെ പ്രാദേശിക നേതാക്കൾക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു. ആ സമയം മദ്രാസിലായിരുന്ന MS ഗോൾവാൾക്കർ ഹെഡ്ഗേവാർ ഭവനിലേക്ക് മടങ്ങിയെത്തി. ഫെബ്രുവരി 1-ാം തീയതി ജനങ്ങൾ ഹെഡ്ഗേവാർ ഭവൻ വളഞ്ഞ ഘട്ടത്തിൽ കരുതൽ തടങ്കലിലെടുത്തു ഗോൾവാൾക്കറെയും മറ്റ് RSS നേതാക്കളെയും. തുടർന്ന് 4-ാം തീയതി ഫെബ്രുവരി മാസം 4-ാം തീയതി ഇന്ത്യ ഗവൺമെന്റ് RSSനെ നിരോധിച്ചു. MS ഗോൾവാൾക്കർ ഔദ്യോഗികമായി അറസ്റ്റിലായി. തുടർന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതി വരെ MS ഗോൾവാൾക്കർ ജയിലിലായിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ചർച്ചകളിലാണ് സർദാർ പട്ടേലും വിവിധ നേതാക്കളും തമ്മിലുള്ള ചർച്ചകളിലാണ് RSSന്റെ നിരോധനം പിൻവലിക്കുന്നതും തുടർന്നുള്ള ചരിത്രവും. ഇതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ടും വർഗീയതയെ തടുത്തു നിർത്തി എന്നുള്ളതാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പുലർന്നെങ്കിലും വർഗീയതയുടെ അഗ്നി ഈ രാജ്യത്തെ മുച്ചൂടും മുടിക്കുകയും കത്തിക്കുകയും ചെയ്തിരുന്നു. ഈ രാജ്യത്തെ അത്രമേൽ രാജ്യം വിഭജിച്ചു എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങൾ വിഭജിക്കപ്പെട്ടിരുന്നു. ചോര ചൊരിഞ്ഞിരുന്ന ജനക്കൂട്ടത്തെ ശാന്തരാക്കിയത്, ഈ രാജ്യത്തെ ഒരു ദേശരാഷ്ട്രമായി കെട്ടിപ്പടുത്തത്, ഇന്നത്തെ ഇന്ത്യയെ ഇങ്ങനെ നിർമ്മിച്ചത് മഹാത്മാഗാന്ധിയുടെ ജീവിതവും മരണവുമാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ഒരിക്കൽ കൂടി തലകുനിക്കാം. ഇതാണ് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ 1948 ജനുവരി മാസം 30-ാം തീയതി വരെയുള്ള ഗാന്ധിജിയുടെ ജീവിതം.